അപ്പോൾ എല്ലാവരും ഈ പെരുന്നാളൊക്കെ ആഘോഷിച്ച് കാണും. എല്ലാ വീട്ടിലും മസ്റ്റായിട്ട് ഇന്നൊരു ഡിഷ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബിരിയാണി. അപ്പോൾ പെരുന്നാളായിട്ട് ബിരിയാണി വയ്ക്കാത്ത വീടുകൾ വളരെ കുറവായിരിക്കും. നമ്മൾ പല കൈൻഡ് ഓഫ് ബിരിയാണി ഉണ്ട്. അഫ്ഗാനി ബിരിയാണി, ഹൈദരാബാദി ബിരിയാണി, അമ്പൂർ, കൊൽക്കട്ട, കോഴിക്കോട്, അങ്ങനെ ഒട്ടേറെ ടൈപ്സ് ഓഫ് ബിരിയാണികളുണ്ട്. ഇന്ത്യ അടക്കം ലോകത്തിലെല്ലായിടത്തും ബിരിയാണിയുടെ കീർത്തി വ്യാപിച്ചു കിടക്കുന്നു. ആരാണ് ആദ്യമായിട്ട് ബിരിയാണി ഉണ്ടാക്കിയെന്നൊരു കൃത്യമായ ഉത്തരവൊന്നുമില്ല. എന്തായാലും മുഗൾ വംശവുമായിട്ട് റിലേറ്റഡ് ആണെന്നാണ് പറയുന്നത്. ഈ ഇസ്ലാം, പേർഷ്യ അവരൊക്കെയാണ് ഇതിന് ഭയങ്കര പ്രചോദനമായത്. പിന്നെ ബിരിയാണി എന്നുള്ള വാക്ക് വന്നേക്കുന്നൊരു പേർഷ്യൻ വാക്കായ ബിരിയാൺ എന്നതിലാണ്. അതായത് കുക്ക് ചെയ്യുന്നതിന് മുന്നേ വറുത്തത് എന്നാണ് അതിനർത്ഥം വരുന്നത്. പിന്നെ ബിരിയാണി ആയിട്ടുള്ള നല്ലൊരു സ്റ്റോറി എന്ന് പറയുന്നത്, നമ്മുടെ ഷാജഹാൻ്റെ ഭാര്യ മുംതാസ് അവരുടെ സൈന്യം സന്ദർശിച്ചപ്പോൾ അവിടുത്തെ സോൾജേഴ്സിന് ആരോഗ്യക്കുറവുള്ളതായിട്ട് മുംതാസിന് തോന്നി. അങ്ങനെ നമ്മുടെ മുംതാസ് പറഞ്ഞ് ചെയ്യിപ്പിച്ച ഒരു ഡിഷ്, അതായത് ചോറും ചിക്കനും എല്ലാം കൂടി ഇട്ട് ഉണ്ടാക്കി, അങ്ങനെയാണ് ആദ്യമായിട്ട് ബിരിയാണി ഉണ്ടായതെന്നാണ് ഒരു ഹിസ്റ്ററി ആയിട്ട് പറയുന്നത്. പിന്നെ ബിരിയാണിക്ക് മുന്നേ ഉള്ള അതിൻ്റെ ഒരു ഡിഷായിട്ട് തമിഴ്നാട്ടിലും ഇതുപോലെ ഇങ്ങനൊരു ഡിഷ് ഉണ്ടാക്കിയിട്ടുണ്ട്. ചോറും ചിക്കനും എല്ലാം കൂടെ ഇട്ട് ഒന്നിച്ച് വേവിച്ചതിൽ. അപ്പോൾ പല ടൈപ്പ് ഓഫ് ബിരിയാണിയാണ്. നോർത്ത് ഇന്ത്യയിൽ പൊതുവേ നീളൻ അരിയാണ്, തെക്കൻ ഇന്ത്യയിൽ ചെറിയ അരിയിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുക. പല സ്ഥലത്തെ ബിരിയാണിക്കും ചെറിയ ചെറിയ ടേസ്റ്റ് വ്യത്യാസം കാണും. എങ്കിലും ബിരിയാണി ഇഷ്ടമില്ലാത്തവരായി ആരും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മെജോറിറ്റി ആൾക്കാർക്കും ബിരിയാണി കഴിച്ചിട്ടില്ലാത്തവരും ഇന്ത്യയിലാരും കാണില്ല, ഇഷ്ടമില്ലാത്തവരും ആരും കാണില്ല. അപ്പം എല്ലാവർക്കും ഒന്നുകൂടി പെരുന്നാൾ ആശംസകൾ. അപ്പം നിങ്ങളുടെ ഫേവററ്റ് ബിരിയാണി ഏതാണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഇത് ഞാൻ ഉണ്ടാക്കിയ ചെറിയൊരു ബിരിയാണിയാണ്. ലാസ്റ്റ് കിസ്മിസൊക്കെ ഇട്ട് ജസ്റ്റ് ദം വയ്ക്കുന്നതാണ്. ഞാൻ ഒരു പാത്രത്തിൽ ചിക്കൻ കറി വേവിച്ചിട്ട് അതിൻ്റെ മേലെ റൈസ് ഇട്ട് പിന്നെ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ഇട്ട് ദം വെച്ച് ഉണ്ടാക്കുകയാണ് ചെയ്തത്. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. ഒരു സിമ്പിൾ ബിരിയാണി. എല്ലാം ഇട്ട് റെഡിയായി. എന്നിട്ടൊരു സ്റ്റീൽ പ്ലേറ്റ് ഇട്ട് അടച്ചു വെച്ചു. എന്നിട്ടൊരു 15 മിനിറ്റ് ചെറുതീയിൽ വേവിച്ചു. അതിന് ശേഷം ലാസ്റ്റ് നമ്മൾ ദമ്മ് തുറന്നപ്പം നല്ലൊരു മണം വരും, കിടില. അപ്പോൾ ഇത് നമുക്കൊരു സ്പൂണിൽ വേറൊരു പാത്രത്തിലോട്ട് ഞാൻ എടുത്ത് നോക്കുവാണ്. അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പം പ്ലേറ്റിലോട്ട് എടുത്ത് മാറ്റുന്നുണ്ട്. ഞാൻ താഴെ ചിക്കൻ, പിന്നെ മുകളിൽ കുറച്ച് പുതിനയില, നമ്മുടെ വറുത്ത ഒണിയൻ അതൊക്കെ ഇട്ടായിരുന്നു. പിന്നെ റൈസ്, പിന്നെ ഏറ്റവും മുകളിൽ കുറച്ച് ഒണിയനും അണ്ടിപ്പരിപ്പും കിസ്മിസും, വളരെ കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ. പിന്നെ അതിന് ശേഷം നമ്മൾ പപ്പടം ഉണ്ടായിരുന്നു, അച്ചാർ, സലാഡ്. ഇതൊക്കെയാണ് പൊതുവെ ബിരിയാണിയുടെ കൂടെ കോമ്പിനേഷനായിട്ട് ആൾക്കാർ കഴിക്കാറ്. അപ്പോൾ കുറച്ച് ബിരിയാണി എടുത്തു. അങ്ങനെ നമ്മളും പെരുന്നാളൊക്കെ ആഘോഷിച്ചു. എല്ലാവർക്കും ഈദ് മുബാറക്ക്.